നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന FA കപ്പ് കലാശ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് അവർ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. യുവ സൂപ്പർ താരങ്ങളായ ഗർണാച്ചോ അതുപോലെ തന്നെ മെയ്നു എന്നിവർ നേടിയ ഗോളുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മോശം സമയത്തിലൂടെയാണ് യുണൈറ്റഡ് കടന്നു പോകുന്നതെങ്കിലും സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈയൊരു കിരീടം നേടാൻ സാധിച്ചത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. FA കപ്പിലെ റിസൾട്ട് എന്ത് തന്നെയായാലും ടെൻഹാഗിനെ യുണൈറ്റഡ് പുറത്താക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷെ കിരീടം നേടിയത് കൊണ്ട് തന്നെ അവരുടെ ഈ ഒരു തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള തന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവർ അവരുടെ തീരുമാനം എടുക്കട്ടെ എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. ടെൻഹാഗ് അസാധാരണമായ ഒരു പരിശീലകനാണെന്നും പെപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അവർ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ടെൻഹാഗ് ഒരു മികച്ച വ്യക്തിയാണ്, അതോടൊപ്പം തന്നെ അസാധാരണമായ ഒരു പരിശീലകനുമാണ്. കഴിഞ്ഞ സീസണിൽ FA കപ്പ് നേടൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ സീസണിൽ അതുപോലെ FA കപ്പ് നേടൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇതാണ് എറിക് ടെൻഹാഗിനെ കുറിച്ച് പെപ് ഗാർഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വളരെ മോശം പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത്. പ്രീമിയർ ലീഗിൽ 8ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ FA കപ്പ് നേടിയതോടുകൂടി അടുത്ത യൂറോപ്പ ലീഗിന് യോഗ്യത കരസ്ഥമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.